ഹലോ എവ്രി വൺ. ഈയിടെയായിട്ട് ഡയറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു പേരാണ് പ്രോട്ടീൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മാക്രോ ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നൊക്കെ പ്രോട്ടീൻ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താന്ന് വെച്ചാൽ നമ്മുടെ കാർബൊക്കെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഡേ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാർബ് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ മിസ്സായി പോകുന്നത് പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് നമ്മളോട് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. ഒരു ദിവസം ഒരു ഹെൽത്തി മാൻ ഓൾമോസ്റ്റ് ഒരു 54 ഗ്രാം എങ്കിലും പ്രോട്ടീൻ കഴിക്കണമെന്നാണ് പറയുന്നത്. അതൊരു ഹെൽത്തി വുമൺ ആണെങ്കിൽ 46 ഗ്രാമോളം പ്രോട്ടീൻ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രോട്ടീൻ ഇത്രമാത്രം കിട്ടുന്ന ഫുഡ് ഏതാണ്? ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് തന്നെയാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രോട്ടീൻ കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് തന്നെയാണ്.